മിനിമം ഹാജർ ഇല്ല എന്ന പേരിൽ മലയാളി വിദ്യാർത്ഥികളുടേതടക്കം പരീക്ഷ തടഞ്ഞ് ജാമിയ മില്ലിയ സർവകലാശാല 75% ഹാജരില്ല എന്ന് പറഞ്ഞാണ് അഡ്മിറ്റ് കാർഡ് നൽകാതിരിക്കുന്നത്. ഇതോടെ വിന്റർ സെമസ്റ്റർ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടും അധികാര അഡ്മിറ്റ് കാർഡ് നൽകിയില്ല എന്നും മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിദ്യാർത്ഥികൾ മീഡിയ വണിനോട് പറഞ്ഞു. ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർവകലാശാലയായിട്ടുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ വിന്റർ സെമസ്റ്റർ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിട്ടുള്ളത്. സാധാരണയായി യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയുടെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ 1-2 ദിവസം മുന്നോടി ആയിക്കൊണ്ടാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ വിധത്തിൽ അഡ്മിറ്റ് കാർഡ് വാങ്ങാനായിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്ത വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള 75% അറ്റൻഡൻസ് ഇല്ല എന്ന പേരിൽ അഡ്മിറ്റ് കാർഡ് അവരുടേത് ഹോൾഡ് ചെയ്ത് വെക്കുകയും പരീക്ഷയിൽ അപ്പിയർ ചെയ്യാനുള്ള അവരുടെ അവസരം നിഷേധിക്കുന്ന ഒരു നടപടിയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പല വിദ്യാർത്ഥികളും വ്യക്തമായ മെഡിക്കൽ റീസൺ കൊണ്ട് ലീവ് എടുത്തതും അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ട് പോലും അവർക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് കൊടുക്കാതെ അവരുടെ പല പരീക്ഷകളും മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ഭാവിയും അവരുടെ കോഴ്സിന്റെ മുന്നോട്ടേക്കുള്ള പഠനവും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണുള്ളത്. പല വിദ്യാർത്ഥികളും ഭയങ്കര മാനസികമായിക്കൊണ്ടുള്ള സമ്മർദ്ദത്തിലാണ് ഈ ഒരു സമയത്ത് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ നിന്നും ഉണ്ടാവണം. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, നമുക്കറിയാം വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഡ്മിറ്റ് കാർഡ് അധികൃതർ നൽകാത്തത്? എന്ത് വിശദീകരണമാണ് നൽകുന്നത്? അമൃത, തീർച്ചയായും വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. സർവകലാശാലയുമായി പലതവണ ബന്ധപ്പെട്ടിട്ടും ഈ അഡ്മിറ്റ് കാർഡ് നൽകാനായിട്ട് ഇതുവരെയും ജാമിയ മില്ലിയ സർവകലാശാല അധികൃതർ തയ്യാറായിട്ടില്ല. 75% ഹാജറില്ലെന്ന് പറഞ്ഞാണ് സർവകലാശാല ഈ അഡ്മിറ്റ് കാർഡുകൾ തടഞ്ഞു വെക്കുകയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരികയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ വിന്റർ സെമസ്റ്ററിന്റെ പരീക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-2 പരീക്ഷ ഇതിനോടകം തന്നെ കഴിഞ്ഞുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. UG PG കോഴ്സുകളിൽ ഉൾപ്പെടെ ഉള്ള ചില വിദ്യാർത്ഥികൾക്കാണ് സർവകലാശാല ഈ സർട്ടിഫിക്കറ്റ്, ഈ ഹോൾ ടിക്കറ്റ് നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ സർവകലാശാലയുമായി ബന്ധപ്പെടുകയും ഈ ആരോഗ്യ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നൽകുകയും എല്ലാം ചെയ്തിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. കാരണം ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിലാണ് പല വിദ്യാർത്ഥികളും ഈ സർവകലാശാലയിൽ ക്ലാസ്സിൽ വരാതിരുന്നത്. ആശുപത്രിയിലും മറ്റുമായിരുന്ന വിദ്യാർത്ഥികൾ അതിന്റെ രേഖകൾ ഉൾപ്പെടെ സർവകലാശാലക്ക് നൽകുകയും തങ്ങളുടെ ഹാൾ ടിക്കറ്റ്, ഈ അഡ്മിറ്റ് കാർഡ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ എന്നിട്ടും സർവകലാശാല ഇത് നൽകാനായി തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായിട്ടൊക്കെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും മാനസിക സംഘർഷത്തിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പരീക്ഷാ സമയമാണ്, വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതണമെന്നാൽ മാത്രമേ മറ്റു സെമസ്റ്ററുകളിലെ പരീക്ഷ എഴുതി അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സർവകലാശാല ഒരു വിധത്തിലും വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ കോടതിയെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ അഡ്മിറ്റ് കാർഡുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലുള്ള ഒരു വഴി. അതുകൊണ്ട് എത്രയും വേഗം കോടതിയെ സമീപിക്കുന്ന കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ കടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പലതവണ സർവകലാശാലയിൽ എത്തുകയും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഈ 75% ഹാജറില്ലെന്ന് പറഞ്ഞാണ് സർവകലാശാല ഈ അഡ്മിറ്റ് കാർഡ് ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്നത്. 1-2 പരീക്ഷകൾ കഴിയുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലുള്ള ഒരു വഴി എന്നാണ് ഇവർ പറയുന്നത്. കോടതിയെ ഉൾപ്പെടെ ഉടൻ സമീപിക്കുമെന്ന് കൂടി വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.